മദ്യപിക്കാത്തവർക്ക് ലിവർ സിറോസ് വരത്തില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാൻ സാധ്യമല്ല. മദ്യപിക്കുന്നവർക്ക് ലിവറിൻ്റെ ഇഷ്യൂ വരാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ ഷുഗർ ഫ്രീ ഒക്കെ വൈറ്റ് പോയിസനേക്കാളും ബെറ്ററാണ്, ഏറ്റവും നല്ലൊരു വേ അല്ല. മധുരമില്ലാതെ ജീവിക്കാൻ പറ്റും മനുഷ്യന്. ഹെയർ ഫോളിന് ഷാംപൂ എന്നുള്ളതാണല്ലോ ട്രെൻഡ്. തൈറോയിഡ് ഉള്ളവർക്ക്, ഫാറ്റി ലിവർ ഉള്ളവർക്ക്, വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉള്ളവർക്കൊക്കെ ഹെയർ ഫോൾ വരും. അവർക്ക് ഷാംപൂ തേച്ചാൽ ആശ്വാസം കിട്ടുന്നതും ചെറിയ ശതമാനത്തിനാണ്. അല്ലാതെ ഉള്ള പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്ലേറ്റിലേക്ക് തിരിച്ചു പോകണം. അതിൻ്റെ പരിഹാരം ഒരുപക്ഷെ നിങ്ങളുടെ ഭക്ഷണത്തിലായിരിക്കും, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലായിരിക്കും. അത് പരിഹരിക്കുക എന്നുള്ളത്. റോങ് ലൈഫ് സ്റ്റൈൽ ഉള്ളവർക്ക് PCOD വരാൻ സാധ്യത കൂടുതലാണ്. 6 മന്ത്സിലൊരിക്കലൊക്കെ എനിക്ക് പീരീഡ്സ് വരാറുള്ളൂ എന്ന് പറയും. ഇല്ല, അത് നല്ലതല്ലേ. എനിക്ക് 6 മാസത്തിലൊരിക്കലല്ലേ വേദന വരുന്നുള്ളൂ. കോംപ്ലിക്കേഷൻ ഇൻഫെർട്ടിലിറ്റി ആയിരിക്കും. അതിന് ഞാൻ പരിഹാരം കണ്ടിട്ടുണ്ട്. പല ഗേൾസിനും ഉള്ളൊരു ചിന്താഗതിയാണ്, വേദന സഹിക്കണ്ടല്ലോ. ഇത് മാത്രമൊന്നുമല്ല, നിങ്ങളുടെ ഹോൾ ലൈഫ് തന്നെ കൊളാപ്സ് ആവും. നിങ്ങൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ PCOD റിവേഴ്സിബിൾ ആണെന്ന് വെച്ചാൽ 100% റിവേഴ്സിബിൾ ആണ്. കൊറിയൻ ഗ്ലാസ് സ്കിൻ വേണം. 7 സ്റ്റെപ്പ് സ്കിൻ കെയർ റുട്ടീനാണ്. 7 സ്റ്റെപ്പോ 16 സ്റ്റെപ്പോ 24 സ്റ്റെപ്പോ. ഈ സ്റ്റെപ്പൊക്കെ തേക്കുമ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കവറിങ് കിട്ടുമായിരിക്കും. മുഖക്കുരുവിന് ക്രീം തേക്കുന്നിടത്ത് നിങ്ങൾക്ക് താൽക്കാലികമായ പരിഹാരം കിട്ടുമായിരിക്കും. മുഖക്കുരുവിൻ്റെ ആക്നെയുടെ റീസൺ എന്താണ് എന്ന് കണ്ടുപിടിക്കുന്നിടത്ത് പരിഹാരമുള്ളൂ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് നോർമൽ. ഇടയ്ക്കിടയ്ക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ നോർമൽ അല്ല. ഉറക്കം പ്രോപ്പറല്ലേ? നമുക്ക് ഉറക്കം ശരിയല്ല, കൂട്ടുകാരനോട് ഉറക്കം ശരിയല്ലെങ്കിൽ അപ്പോൾ കുഴപ്പമില്ല. എല്ലാവർക്കും ഉറക്കം ശരിയല്ല എന്നുള്ളതല്ല. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഷുഗറിന് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ചില സ്വീറ്റ്നേഴ്സ് ഉണ്ടല്ലോ, ഇത് ഹെൽത്തി ഓപ്ഷനാണെന്ന് പറഞ്ഞിട്ട് ഫാർമസീസിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അതൊക്കെ ശരിക്കും നമുക്ക് റിലൈ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണോ? ബെറ്ററാണ് എന്നുള്ളതാണ്. ബെറ്റർ, ഓക്കെ. ഇപ്പോൾ പറയാൻ പറ്റുന്നത്, ഇപ്പം ഭയങ്കരമായി ക്രോണിക്കായിട്ട് മദ്യപിക്കുന്ന ഒരാളോട് നമ്മുടെ അടുത്ത് വരുമ്പോൾ ആദ്യം പറയുന്നത് നിങ്ങൾ വൈനൊക്കെ കുടിക്കുക എന്നാ പറയുക. ലിക്കറൊക്കെ കുടിച്ച് ഒത്തിരി ഒരു ക്രോണിക് ടൈമിൽ അവൻ ആൽക്കഹോൾ അഡിക്റ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം ചിലപ്പോൾ ബിയർ കുടിക്കുക എന്ന് പറയും. ബിയർ കുടിച്ചിട്ട് കുഴപ്പമില്ലെങ്കിൽ അവനോട് വൈനിലോട്ട് വരാൻ പറയും. വൈനിലോട്ട് വരാൻ പറഞ്ഞിട്ട് പിന്നെ അവനെ നമ്മൾ പയ്യെ തിരിച്ച് പച്ചവെള്ളത്തിലേക്ക് ആക്കും. അതുപോലെ നല്ലതാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല, പക്ഷെ ബെറ്ററാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതിപ്പോൾ നിങ്ങൾ പറയുന്ന പഞ്ചസാരയിൽ നിന്ന് അവൻ പയ്യെ ശർക്കരയിലേക്ക് മാറിയാൽ പോലും നല്ലതാണ്. ശർക്കരയിൽ നിന്ന് പയ്യെ അവൻ തേനിലേക്കും, തേനിൽ നിന്ന് അവൻ മധുരയില്ലാതെ ജീവിക്കാൻ പറ്റും മനുഷ്യന്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഒരു സിംഗിൾ പഞ്ചസാര കൈകൊണ്ട് തൊട്ടിട്ടില്ല. എനിക്കൊരു പ്രശ്നമില്ല. അതെല്ലാവർക്കും പറ്റും കേട്ടോ. നിങ്ങൾ ഷുഗർ നിർത്തി ആരോടും ചോദിച്ചോളൂ. ഇനിഷ്യൽ സ്റ്റേജിലല്ലാതെ അവരാരും ഡിഫിക്കൽറ്റി ഫേസ് ചെയ്യുന്നില്ല. അവർക്കൊരു ടെംപ്റ്റേഷനും വരത്തില്ല. അവരുടെ മുമ്പിൽ നിങ്ങൾ എത്ര കിലോ പഞ്ചസാര വെച്ചാൽ അവർക്ക് ടെംപ്റ്റേഷൻ വരത്തില്ല. അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്താണ് ആ ഇഷ്യൂ ഉള്ളത്. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂ ഒന്നുമില്ല. ഇത് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ബെറ്ററാണ്. അത് അഗെയിൻ അതൊരു കോമൺ ക്വസ്റ്റ്യനാണ് അല്ലേ. എനിക്കറിയാം നിങ്ങൾ ഈ പറഞ്ഞ ഓരോ ബ്രാൻഡിനെ നമ്മൾ എടുക്കേണ്ടി വരും, പിക്ക് ആൻഡ് ചൂസ് ചെയ്യേണ്ടി വരും. എന്നിട്ട് ചില ബ്രാൻഡ് നല്ലതുണ്ട്, ചില ബ്രാൻഡ് മോശമുണ്ട്. ഐ നോ ദാറ്റ്. പക്ഷേ എഗെയിൻ നമ്മളിപ്പോൾ കഫേയിലൊക്കെ പോയിരിക്കുമ്പം ഷുഗർ ഫ്രീ എന്നുള്ള സംഭവങ്ങൾ വരാറുണ്ട്. സോ ഈ ഷുഗർ ഫ്രീ ഒക്കെ വൈറ്റ് പോയിസനേക്കാളും ബെറ്ററാണ്, ഏറ്റവും നല്ലൊരു വേ അല്ല. ഐ ഹേർഡ് ഹെയർ ഫോൾ എന്ന് പറയുന്നത് മോർ ഒരു ഇൻറ്റേർണൽ പ്രോബ്ലം ആണ് എന്ന് ഞാൻ എവിടെയോ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കേട്ടത് ശരിയാണ്. എന്നോട് നേരത്തെ നമ്മൾ സംസാരിച്ച് പറഞ്ഞു, ഈ ഹെയർ ഫോളിന് ഷാംപൂ എന്നുള്ളതാണല്ലോ ട്രെൻഡ്. ത്വക്കിൻ പുറത്തുള്ള ചികിത്സയാണ് ഹെയർ ഫോള്. ഇപ്പം എൻ്റെ അടുത്തൊരാൾ ഹെയർ ഫോൾ ഉണ്ട് എന്ന് വന്ന് പറയുമ്പോൾ എനിക്ക് സംശയങ്ങൾ പോകുന്നത് അയാളുടെ തൈറോയിഡിലേക്കും, അയാളുടെ ഫാറ്റി ലിവറിലേക്കും, അയാളുടെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയിലേക്കും, അയാൾക്ക് ഹെയർ ഫോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളിലേക്കാണ് എൻ്റെ ഫോക്കസ് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഹെയർ ഫോളിനോടൊപ്പം നിങ്ങൾക്കുള്ള ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളിലൂടെ ഞാൻ ചെക്ക് ചെയ്ത് വരുമ്പോഴാണ് എന്ത് കണ്ടീഷനാണ് എന്ന് മനസ്സിലാവുന്നത്. എന്നിട്ടാണ് നിങ്ങളോട് പോയി ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ന കണ്ടീഷനാണ്, നിങ്ങൾക്ക് പോയി ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാവും എന്ന് പറയുന്നത്. PCOD ഉള്ളവർക്ക്, തൈറോയിഡ് ഉള്ളവർക്ക്, ഫാറ്റി ലിവർ ഉള്ളവർക്ക്, വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉള്ളവർക്കൊക്കെ ഹെയർ ഫോൾ വരും. അവർക്ക് ഷാംപൂ തേച്ചാൽ പക്ഷേ ആ തേക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ ആശ്വാസം കിട്ടിയെന്ന് വരാം. ആ ആശ്വാസം കിട്ടുന്നതും ചെറിയ ശതമാനത്തിനാണ്. അല്ലാതെ ഉള്ള പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്ലേറ്റിലേക്ക് തിരിച്ചു പോകണം. നിങ്ങൾ നിങ്ങളുടെ മെഡിസിൻ, അതായത് നിങ്ങളുടെ ഭക്ഷണത്തിലേക്കും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലേക്കും തിരിച്ചു പോകണം. അപ്പോൾ നിങ്ങൾക്കത് പരിഹരിക്കാൻ പറ്റും. ത്വക്കിൻ പുറത്തുള്ള ചികിത്സകളാണെന്നേ, ത്വക്കിൻ പുറത്തുള്ള ചികിത്സകൾ തെറ്റാണെന്നൊരു അഭിപ്രായം എനിക്കില്ല, പക്ഷേ അതൊരു ശാശ്വത പരിഹാരമല്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇപ്പോൾ സ്കിൻ ഡിസീസിന്
നമ്മൾ ഓയിൽമെൻറ്റ് തേക്കുന്നതിനോട് വലിയ പ്രശ്നമില്ല, പക്ഷേ ആ ഓയിൽമെൻ്റ് അല്ലല്ലോ പരിഹാരം. അതിൻ്റെ പരിഹാരം ഒരു പക്ഷേ നിങ്ങളുടെ ഭക്ഷണത്തിലായിരിക്കും, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലായിരിക്കും. അത് പരിഹരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ഒരു ക്രേസി സംഭവമുണ്ട്, എല്ലാവർക്കും മറ്റേ കൊറിയൻ ഗ്ലാസ് സ്കിൻ വേണം, എല്ലാവർക്കും 7 സ്റ്റെപ്പ് സ്കിൻ കെയർ റുട്ടീനാണ്. അത്രയൊക്കെ ആവശ്യമുണ്ടോ ഈ സ്കിൻ കെയർ റുട്ടീൻ? എന്തിനാ ചെയ്യുന്നത്? ടേക്ക് കെയർ നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണോ ചെയ്യുന്നത്? നിങ്ങൾക്ക് ലക്ഷ്യം എന്താണ് ശരിക്കും? വെളുക്കുക എന്നുള്ളതാണ്. മോസ്റ്റ്ലി നമ്മൾ ഇതിനെയൊക്കെ പണ്ടേ ഉപേക്ഷിച്ചതാണ്. നമ്മളുടെ കൾച്ചറിൽ ഈ വെളുപ്പ് കറുപ്പ് എന്നുള്ളതിനെയൊക്കെ അതിജീവിച്ചു നമ്മൾ പറയുന്നവരാണ്. ബേസിക്കലി വെളുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയോടും എനിക്ക് യോജിപ്പില്ല എന്നുള്ളതാണ് എൻ്റെ തത്വം. പിന്നെ നിങ്ങൾ ഈ പറയുന്ന, ഞാൻ അഗെയിൻ പറഞ്ഞതുപോലെയാണ്, മുഖക്കുരുവിന് ക്രീം തേക്കുന്നിടത്ത് നിങ്ങൾക്ക് താൽക്കാലികമായ പരിഹാരം കിട്ടുമായിരിക്കും. മുഖക്കുരുവിൻ്റെ ആക്നയുടെ റീസൺ എന്താണ് എന്ന് കണ്ടുപിടിക്കുന്നിടത്ത്, നിങ്ങളുടെ പിമ്പിൾസിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കുന്നിടത്ത്, നിങ്ങൾ ബ്ലാക്ക് കളറായിട്ടുള്ള റാഷസ് വരുന്നതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കുന്നിടത്തേ പരിഹാരമുള്ളൂ. 7 സ്റ്റെപ്പോ 16 സ്റ്റെപ്പോ 24 സ്റ്റെപ്പോ ഈ സ്റ്റെപ്പൊക്കെ തേക്കുമ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കവറിങ് കിട്ടുമായിരിക്കും, ഒരു ലെയർ ഉണ്ടാക്കി വെക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അതിനപ്പുറം അതൊരു റിസൾട്ട് ആവണമെന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഫേസിൻ്റെ റിയൽ ഫേസായി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഫെയർ ആവാം. നിങ്ങളുടെ ലിവർ നന്നാവുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ആ പ്രസരിപ്പ് ഉണ്ടാകാം. അതിന് വേണ്ടത് ഈ പറഞ്ഞ സ്കിൻ റുട്ടീനോ മറ്റേ പൊടി സോഡ കലർത്തിയിട്ട് വെള്ളം ഒഴിച്ച് മുഖത്ത് തേക്കുന്നൊന്നും ഐ ഡോണ്ട് നോ. അത് ചിലർക്കത് വർക്കായിട്ട് ഏതോ ഒരു ഇതിനകത്ത് പറയുന്നതല്ലേ, ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവത്തില്ല എന്ന് പറയുന്നത്. അതൊന്നൊരു സയൻറ്റിഫിക് ആയിട്ടോ ഒരു ജനറലൈസ്ഡ് ആയിട്ടോ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് എഗെയിൻ അത് പരാജയപ്പെടുന്നുണ്ടല്ലോ. ഈ ഇത് കണ്ടിട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും റിസൾട്ട് ഇല്ലല്ലോ. അതിനർത്ഥം അവരുടെ ശരീരം ഡിഫറെൻ്റ് ആണ് എന്നുള്ളതാണ്. നമ്മൾ PCOD തിരിച്ചു വരുമ്പോഴേക്കും ശരിക്കും ഡോക്ടറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് ലേഡീസ് വിമൻ ഏറ്റവും കൂടുതൽ ഡോക്ടറിനെ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ലൈഫ് സ്റ്റൈൽ മൂലം ഉണ്ടാകുന്ന ഒരു ഡിസീസ് പറഞ്ഞ PCOD തന്നെയാണോ? വേറെ എന്തെങ്കിലും നമുക്ക് അറിയാത്തതായിട്ടുള്ള ഒന്നുമില്ല, ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാകുന്നതാണ് PCOD തന്നെ. അതിന് ഈക്വലൻ്റ് ആയിട്ട് ഈ പുരുഷന്മാരിൽ വരുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടോ? PCOD എന്ന് പറഞ്ഞാൽ മെനിസ്ട്രേഷൻ്റെ പ്രശ്നമല്ല, അല്ല ഞാൻ ഹോർമോണൽ ഇംബാലൻസ് കാരണം ചിലത് നമ്മൾ അനുഭവിക്കേണ്ടതാണ്. ഇപ്പോൾ തൈറോയിഡ്, PCOD, തൈറോയിഡ് ആണുങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, പക്ഷേ റേഷ്യോ വളരെ കുറവായിരിക്കും. ലിവർ ഇഷ്യൂസ് അത് ആണുങ്ങൾക്കാണ് കൂടുതൽ, അത് സ്ത്രീകൾക്ക് കുറവാണ്. സോ അത് ആണുങ്ങൾക്ക് കൂടുതൽ വരാനുള്ള കാരണം എന്തായിരിക്കും? പല കാരണങ്ങളുണ്ട്. അങ്ങനെയുള്ളതാണോ? ആൽക്കഹോൾ കണ്ടന്റ് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. നോൺ ആൽക്കഹോളിക് ലിവർ സിറോസും ഫാറ്റി ലിവറൊക്കെ ഇഷ്ടം പോലെ ഉള്ള സമയമാണ് ഇതിപ്പോൾ. ഞാൻ പറഞ്ഞില്ല, ആൽക്കഹോൾ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്, സ്മോക്കിംഗ് ഒരു കാരണമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, അതായത് മദ്യപിക്കാത്തവർക്ക് ലിവർ സിറോസ് വരത്തില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാൻ സാധ്യമല്ല. മദ്യപിക്കുന്നവർക്ക് ലിവറിൻ്റെ ഇഷ്യൂ വരാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. റോങ് ലൈഫ് സ്റ്റൈൽ ഉള്ളവർക്ക് PCOD വരാൻ സാധ്യത കൂടുതലാണ്. അത് ലേഡീസിന് വരുന്ന പ്രശ്നമാണ്. അൺഫോർച്ചുനേറ്റ്ലി 80% ആളുകൾക്ക് വന്നുകൊണ്ടിരിക്കുന്നൊരു പ്രശ്നമാണ്. ഇറഗുലർ പീരീഡ്സ് സമയത്ത് ഓവർ പെയിൻ, ഓവർ മൂഡ് സ്വിങ്സ്, പീരീഡ്സ് വരാതിരിക്കുക, ആബ്സെൻസ് ഓഫ് പീരീഡ്സ്, ഓൾ ഹാപ്പനിങ്. ഒരു ക്യൂർ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ PCODക്ക്? പറയാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് ഇത് ഇല്ലാതാക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അവർ തീരുമാനിച്ചാൽ അത് തിരിച്ചു വരാൻ സാധ്യതയുള്ള സംഭവമാണോ? അങ്ങനെയല്ല. ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്താണ്? കോംപ്ലിക്കേഷൻ മനസ്സിലായില്ല. അതിൻ്റെ PCOD ലോങ് ടൈം വന്നാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്താണ്? യു ഹാവ് എനി ഐഡിയ? ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സിസ്റ്റർ, വെളിയിൽ നിന്ന് എവിടെയല്ല, എൻ്റെ ഒരു കസിൻ സിസ്റ്റർ, എനിക്ക് കുറച്ചധികം എൻ്റെ വലിയൊരു ഫാമിലിയാണ്. അപ്പോൾ ഒരു സിസ്റ്ററുണ്ട്, ഷീ ഈസ് വർക്കിംഗ് ഇൻ ഇൻഫോ പാർക്ക്. എൻ്റെ വേറെ സിസ്റ്റർ ആയുർവേദ ഡോക്ടറാണ്. ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ അറിഞ്ഞോ നമ്മുടെ ഇവക്ക് PCOD ആണ് എന്ന് പറഞ്ഞു. ഞാൻ എന്നോട് പറയാൻ അറിഞ്ഞില്ല, ഒന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അവളെ ഒരു ദിവസം കൊച്ചിയിൽ ഞാൻ വന്നപ്പോൾ ഞാൻ വിളിച്ചിട്ട് PCOD നിനക്കെന്താ PCOD പ്രശ്നമുണ്ടോ? എനിക്കുണ്ട് PCOD പ്രശ്നമുണ്ട്. ഷീ ഈസ് വെൽ ഇൻ അക്കാഡമിക്, ഷീ ഈസ് വെരി ഗുഡ് ജോബ്, വളരെ നല്ലത്. അപ്പോൾ എന്നോട് ഞാൻ ചിന്ത 6 months ഒരിക്കലൊക്കെ എനിക്ക് പീരീഡ്സ് വരാറുള്ളൂ എന്ന് പറഞ്ഞു. അത് നീ നോക്കണ്ടേ, ടേക്ക് കെയർ ചെയ്യണ്ടേ? ഇല്ല, അത് നല്ലതല്ലേ, എനിക്ക് 6 മാസത്തിലൊരിക്കലല്ലേ വേദന വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിനക്ക് എൻ്റെ കോംപ്ലിക്കേഷൻ ഇൻഫെർട്ടിലിറ്റി ആയിരിക്കും, അതിന് ഞാൻ പരിഹാരം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്.
ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. പിന്നീട് ഞാൻ സംസാരിക്കുമ്പോൾ പല ഗേൾസിനും ഉള്ളൊരു ചിന്താഗതിയാണ്, വേദന സഹിക്കണ്ടല്ലോ, ഇൻഫെർട്ടിലിറ്റി വന്നാൽ അത് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ IVF-ലോട്ട് പോകാമല്ലോ. ഇത് മാത്രമൊന്നുമല്ല, നിങ്ങളുടെ ഹോൾ ലൈഫ് തന്നെ കൊളാപ്സ് ആവും. നിങ്ങൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾക്ക് കുറേയധികം പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ ഇതിനെ ടേക്ക് കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നുള്ള തിരിച്ചറിവില്ലാത്തടത്താണ് PCOD പ്രശ്നം. വേദന അനുഭവിക്കേണ്ട എന്നുള്ളതൊരു വലിയ കാര്യം, താൽക്കാലികമായിട്ട് ഒരു വേദന അനുഭവിക്കേണ്ട എന്നുള്ളത് വലിയ കാര്യമായിട്ട് കാണുന്ന, അതിൽ റിലീഫ് കണ്ടെത്തുന്ന ഒരു ജനറേഷനുണ്ട് ഇവിടെ. ഒരു വലിയ കൂട്ടമുണ്ട്. അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. അവർക്ക് അതുമൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻ അതിലും ഭയാനകമാണ്. പിന്നെ PCOD റിവേഴ്സിബിൾ ആണെന്ന് വെച്ചാൽ 100% റിവേഴ്സിബിളാണ്. പക്ഷേ അവരുടെ ഡയറ്റും എക്സസൈസും പ്രോപ്പറാക്കുക എന്നുള്ളതാണ്. ഹോർമോണൽ ഇംബാലൻസ് വീണ്ടും വരാൻ സാധ്യത, നമ്മൾ നന്നായിട്ടൊന്ന് റിവേഴ്സ് ചെയ്ത് പിന്നീട് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പം ശരിക്കും എല്ലാവരും ഈ ഒരു ഡയഗ്നോസ് ചെയ്യണം എന്നുള്ളത് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. ഡയഗ്നോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ വളരെ സിംറ്റമാറ്റിക്കാണ്, മനസ്സിലായില്ലേ? ഇത് ഡയറക്റ്റ് സിംറ്റമാറ്റിക്കാണ് PCOD ഒക്കെ. മറ്റേതൊക്കെ കുറച്ചുകൂടി പ്രശ്നമാണ്. ഏത് ഡയബറ്റിക് ഒക്കെ നമ്മൾ വന്ന് കുറേ നാൾ കഴിഞ്ഞ് നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ അറിയുന്നത്. നമുക്ക് തളർച്ച വരിക, ഓവറായിട്ട് വേർക്കുക, അല്ലെങ്കിൽ ഒരു മുറിവ് വന്ന് കരിയാതിരിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഡയബറ്റിക് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. PCOD ഒന്നും അങ്ങനെയല്ല. PCOD നമുക്ക് തുടങ്ങുമ്പോഴേ സിംറ്റമാറ്റിക്കാണ്, ഈസി ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പീരീഡ്സിൻ്റെ കൃത്യമായ ഇൻ്റർവെല്ലിൽ പീരീഡ്സ് വരുന്നില്ലെങ്കിൽ യു ഹാവ് ടു ടേക്ക് കെയർ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ജീവിതത്തിൽ നോർമലായിട്ടുണ്ടാവാത്തതിനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. വി ഷുഡ് ബി കോൺഷ്യസ് അബൌട്ട് ദാറ്റ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് നോർമൽ. അതൊരു പക്ഷേ IBS ആവാം. നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ അത് നോർമലല്ല, അത് ഗ്യാസ്ട്രൈറ്റിസ് ആവാം, H. pylori ബാക്ടീരിയ ഇൻഫെക്ഷൻ ആവാം. സോ നിങ്ങൾക്ക് ഉറക്കം പ്രോപ്പർ അല്ലേ? നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരനോട് നിനക്ക് ഉറക്കം എങ്ങനെ ഉണ്ട്, എനിക്ക് ഉറക്കം നല്ലതല്ല, അപ്പോൾ കുഴപ്പമില്ല എന്നുള്ളതാണ്. നമുക്കൊരു സ്വഭാവമുണ്ട്, എന്താണെന്നറിയോ? നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞ് മുറ്റത്തിറങ്ങിയിട്ട് അപ്പുറത്തെ വീട്ടിലൂടെ കറണ്ട് പോയാൽ സമാധാനമായി. അതാണ്, അത് രണ്ടും പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ഉറക്കം ശരിയല്ല, കൂട്ടുകാരനോട് ഉറക്കം ശരിയല്ലെങ്കിൽ അപ്പോൾ കുഴപ്പമില്ല, എല്ലാവർക്കും ഉറക്കം ശരിയല്ല എന്നുള്ളതല്ല. മറിച്ച് ആ ഉറക്കം എന്തുകൊണ്ടാണ് ശരിയാവാത്തതെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ അത് നമുക്ക് പരിഹരിക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് പണ്ട് ട്രഡീഷണലി നമ്മൾ പറയും ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മീൽ നമ്മുടെ ഒരു ദിവസത്തെ. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളൊരു ട്രെൻഡ് ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യമുള്ള കാര്യമല്ല. ഇൻഫാക്റ്റ് അവർ പറയുന്നു വെയിറ്റ് ലോസിനൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നത് ഇസ് വെരി ഗുഡ് എന്ന് പറയുന്നു. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? എന്നിട്ട് ബാക്കി അവരെന്താ പറയുന്നത്? ലഞ്ചിനും ഡിന്നറിനെ പറ്റി അഭിപ്രായം? ലഞ്ചൊക്കെ അത് പ്രോപ്പർലി ഡയറ്റ് ഫോളോ ചെയ്തിട്ട് അങ്ങനെ പോകുന്നു. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കിയാലും കുഴപ്പമില്ല, അത് ഒഴിവാക്കുന്നത് നല്ലതാണ്, നിങ്ങളുടെ വെയിറ്റ് ലോസിനെ കുറച്ചും കൂടി ഇത് ചെയ്യുന്നു. 2016 നോബൽ പ്രൈസ് കിട്ടിയത് ഓട്ടോഫേജിക്കാണ്. ഓട്ടോഫേജി എന്ന് പറഞ്ഞാൽ സെൽഫ് ഈറ്റിംഗ്, നമ്മുടെ സെൽസ് ഈറ്റ് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ബേസിക്കലി ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. ഞങ്ങളൊക്കെ ഐഡിയലി പറയുന്നത് വെയിറ്റ് ലോസിനാണെങ്കിലും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിനാണെങ്കിലും 2 times മീൽസ് പെർ ഡേ ആണ്. 2 ടൈം മീൽ ഒരു ദിവസം കഴിച്ചാൽ അതാണ് ഏറ്റവും ഐഡിയൽ വേ, ഇഫ് യു ക്യാൻ പ്രാക്ടീസ് വെൽ എന്നുള്ളതാണ്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഡിബേറ്റബിൾ ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ആളുകൾ ഫോളോ ചെയ്ത് വെയിറ്റ് കുറഞ്ഞ് പിന്നീട് വെയിറ്റ് കൂടി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. കോൺട്രവേഴ്സികൾ ഒട്ടനവധിയുള്ള സബ്ജക്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളതിനേക്കാളും നമ്മളുടെ ഫുഡിൻ്റെ ടൈമിംഗ് എപ്പോഴാണെന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കിടക്കുന്ന 7 മണിക്ക് മുന്നേ ഡിന്നർ കഴിക്കുക. നിങ്ങൾ രാവിലെ ഒരു 11 മണി 12 മണിക്കാണ് നിങ്ങളുടെ ഫുഡ് കഴിക്കുന്നത്. വൈകിട്ട് ഒരു 5 മണി 6 മണി 4 മണി 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ ഡിന്നർ 2 ടൈം ഫുഡാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. ദാറ്റ് ഈസ് എ ഹെൽത്തി വേ. പക്ഷേ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് വളരെ ഗംഭീരമായിട്ടൊരു ഹെവി മീൽസാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഐഡിയൽ വേ അല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു എന്നിടത്ത് നിർത്താൻ പാടില്ല, മറിച്ച് ലഞ്ചും ഡിന്നറും എങ്ങനെയാണ് എന്നുള്ളതും കൂടെ ഡിസ്ക്രൈബ് ചെയ്താലാണ് അതെന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്ന് പറയാൻ പറ്റുന്നത്. അഗെയിൻ പണ്ട് പറഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റ് കിങ്ങും ലഞ്ച് ക്വീനും ഡിന്നർ സോൾജിയറും ആണെന്നാണ്. അതായത് അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്, രാജാവും രാജ്ഞിയും പടയാളിയാണെന്നാണ്. അപ്പോൾ ആ സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി അങ്ങനെ ആയിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഫുഡ് ഹാബിറ്റ്സാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. എഗെയിൻ നമ്മളുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഈ സ്റ്റേറ്റ്മെൻറ്റിന് എന്താണ് എന്ന് പറയാൻ പറ്റുന്നത്. ഡോക്ടറിൻ്റെ ഒരു ഡേ ഇൻ എ ലൈഫ് എങ്ങനെയായിരിക്കും? വളരെ വ്യത്യസ്തമാണ്. അതായത് ഞാൻ ഓരോ ദിവസം ഓരോ ജില്ലയിലും സ്റ്റേറ്റിലേക്കായിരിക്കും, യാത്രകളാണ് കൂടുതലും. എങ്കിലും എൻ്റെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് മോസ്റ്റ് ഓഫ് ദ ടൈം ബൈ 11 o'clock ആണ്.
അതെ 11 മണിക്കാണ് എൻ്റെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ആ സമയത്ത് എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടോ ചിലപ്പോൾ ഒരു ഹാഫ് ആൻ അവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകും. ബട്ട് ഐ പ്രിഫർ ടു ഹാവ് ബൈ 11 o'clock. നന്നായി വെള്ളം കുടിക്കും. നോർമലി ഞാനൊരു 2 ബോയിൽഡ് ബനാന, പിന്നെ ഗ്രീൻ ടീ ആയിരിക്കും നോർമലി കുടിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഈവനിങ് ഒരു 6:37 ഐ വിൽ ഹാവ് മൈ ഡിന്നർ. അത് സാലഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് ബൗൾ ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ ഐ മേ ഹാവ് 1 ഫ്രൂട്ട് ജ്യൂസ്, മോസ്റ്റ് ഓഫ് ദ ടൈം പൈനാപ്പിൾ, അല്ലെങ്കിൽ പോമഗ്രാനേറ്റ്, അല്ലെങ്കിൽ ക്യാരറ്റ്, എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഇതാണ് നോർമൽ ഒരു ഡേ. ഈ അഗെയിൻ അതിനകത്ത് ബ്രേക്കിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ചില മീറ്റിങ്സ് ഉണ്ടാവും, ചില യാത്രകളുണ്ടാവും, ചില ഫ്ലൈറ്റിലായിരിക്കും. സോ അങ്ങനെയുള്ള ബ്രേക്ക് ഉണ്ടാവും. പക്ഷേ മോസ്റ്റ് ഓഫ് മൈ ഡേയ്സ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ്. രാവിലെ പരമാവധി 1 മണിക്കൂർ എവിടെയാണെങ്കിലും കുറച്ച് യോഗയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ദാറ്റ് ഇസ് എ തിങ്. യാത്രയായിരിക്കും കൂടുതലും. അതിനുള്ളിൽ കുടിക്കാൻ പറ്റുന്ന വെള്ളം കുടിക്കും. ബേസിക് തിങ്, കുടിക്കാൻ പറ്റുന്ന അത്രയും വെള്ളം കുടിക്കും. ഓക്കെ, സോ വിത്ത് ദാറ്റ് നോട്ട്, ഇപ്പോൾ ഡോക്ടറിൻ്റെ പേഴ്സണൽ ഇത് കൂടെ അറിഞ്ഞപ്പോൾ കുറച്ചുകൂടി ഒരു എക്സ്ട്രാ ഒരു ഇത്, കാരണം എല്ലാവർക്കും എപ്പോഴും ഡോക്ടേഴ്സ് ഫോളോ ചെയ്യുന്നതെന്ന് അറിയാനൊരു താല്പര്യം കൂടുതൽ. ഈ പറഞ്ഞില്ലേ, നമ്മളുടെ ഇപ്പം ഞാൻ ബേസിക്കലി ഫോളോ ചെയ്യുന്നത് മാക്സിമം ലെസ് കാർബായിരിക്കും. പ്രോട്ടീൻ, പനീർ, അങ്ങനെയുള്ള പ്രോട്ടീൻസ് ആയിരിക്കും കുറച്ചുകൂടി കൂടുതൽ കഴിക്കുന്നത്. സോ അങ്ങനെയുള്ള ഫുഡ് ഡയറ്റ് ആയിരിക്കും കൂടുതലും ഞാൻ ഫോളോ ചെയ്യുന്നത്. ഓൾസോ ഐ വോണ്ട് ടു ആസ്ക് യു, ലൈക്ക് ഇപ്പം നമ്മൾ ആത്മ വെൽനെസ്സിനെ കുറിച്ചും കൂടി ഒന്ന് പറയണമല്ലോ. സോ വാട്ട് ഈസ് ദി എൻവയൺമെന്റ് ദെയർ? ഒരു ഹോസ്പിറ്റൽ രീതി തന്നെയാണോ, അതോ ഇസ് ദെയർ സംതിങ് മോർ ടു ഇറ്റ്? ആത്മ 2 രീതിയിലാണുള്ളത്. ഒന്ന് കോട്ടയത്താണ് കിടത്തി ചികിത്സയുള്ള ഹോസ്പിറ്റലുള്ളത്. അത് ആരോഗ്യത്തിൻ്റെ ലോകത്തേക്ക് സ്വാഗതം എന്നാണ്. ഞങ്ങൾ രോഗങ്ങളെപ്പറ്റി സംസാരിക്കാറില്ല, ഞങ്ങൾ ആരോഗ്യത്തെപ്പറ്റി സംസാരിക്കുന്ന ആൾക്കാരാണ്. മനുഷ്യൻ ആരോഗ്യമാണ് പ്രധാനപ്പെട്ടത്. കോവിഡിന് ശേഷം ഇവിടെ നിലനിന്നവരെല്ലാവരും ആരോഗ്യമുള്ളവരാണ്. ഹൂ വാസ് കൺസേൺ അബൌട്ട് ഹെൽത്ത്, അവരെല്ലാം ഇവിടെ സർവൈവ് ചെയ്തിട്ടുണ്ട്. ആരോഗ്യമാണ് പ്രധാനപ്പെട്ടത്. അതാണ് ആത്മയിൽ സംസാരിക്കുന്നത്. ആത്മയിൽ കിടത്തി ചികിത്സ എന്ന് പറഞ്ഞാൽ 10 ദിവസം 7 ദിവസമൊക്കെ ഒന്ന് അവർ കിടന്ന് ചികിത്സിക്കുന്ന രോഗങ്ങളുള്ളവരും സുഖചികിത്സയ്ക്ക് വേണ്ടിയും അങ്ങനെയൊക്കെ വരുന്നുണ്ട്. OP ക്ലിനിക്സ് കൊച്ചിയിലും കോട്ടയത്തും തിരുവനന്തപുരത്തും ഗുജറാത്തിലും കോഴിക്കോടും ഒക്കെ OP ക്ലിനിക്സ് അവൈലബിൾ ആണ്. അവിടെ ഈ പറഞ്ഞ പോലെ കൺസൾട്ടേഷനും അവർക്ക് ആവശ്യമുള്ള ഡയറ്റ് ചാർട്ടും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ സപ്ലിമെൻറ്റ്സും അങ്ങനെയുള്ള രീതിയിലാണ് OP ക്ലിനിക്സ് പോകുന്നത്. ബേസിക്കലി ആത്മ എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തെ പറ്റിയുള്ള ചർച്ച ചെയ്യുന്ന വിഷയമാണ് എന്നുള്ളതാണ്. ഓക്കെ, വണ്ടർഫുൾ. ഇപ്പം ഡോക്ടറിൻ്റെ ഈ ഒരു വെഞ്ചർ ഇനിയും വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ, ആൻഡ് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കട്ടെ ടു ബിക്കം എ ബെറ്റർ person and a healthy person. അവരുടെ പേഴ്സണൊക്കെ നമ്മളായിരിക്കും അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്. So a healthy person itself നമ്മളൊരു will become a better person. അതെ. So thank you so much, doctor. Thank you so much for your time and all the information that you have given us. Thank you. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.